Guys, so welcome back to another video of SR Vlogs. അപ്പോൾ ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായത്, 1 വേർഡ് പോലെ. അപ്പോൾ അത് കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ആൻസർ ഇനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 18. അപ്പോൾ 7 തൊട്ട് 18 വരെയുള്ള ക്വസ്റ്റ്യനിൽ 9 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ തുടക്കത്തിലുള്ളതൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേങ്കിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, അതായത് ഫസ്റ്റ് ടേമിൻ്റെ ആ ഒരു പോർഷൻസ് നല്ലപോലെ പഠിച്ചൊരു കുട്ടിക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കിതിൽ യൂണിക്കോഡിൻ്റെ സംഭവം കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു കൺവേർഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ്, കാരണം എപ്പോൾ മാറിപ്പോ. അപ്പോൾ അതുകൊണ്ട് ആ സാധനം കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഈ ഒരു 12, 13 ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പോർഷൻ, അതായത് നെക്സ്റ്റ് ഇവിടെയുള്ള ഈ ഒരു C++ൻ്റെ കാര്യങ്ങൾ, C++ മൊത്തത്തിൽ എൻ്റെ പോയിട്ടുണ്ട്. പിന്നെ എന്താ നെക്സ്റ്റ് പാർട്ട് 3ൽ 9 ക്വസ്റ്റ്യൻസ് തന്നെയാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ ഈ ഒരു 20, 21, 22 കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ എന്താണെന്ന് അറിയില്ല. പിന്നെ 24 കുഴപ്പമുണ്ടായിട്ടില്ല. 25 നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നമ്മുടെ ഐഡൻറ്റിഫയർ എന്താണെന്ന് എഴുതുക, അതായത് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണെന്നും പിന്നെ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഈ ഒരു 26th ക്വസ്റ്റ്യൻ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ 27 അതും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ വരുന്ന ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മറ്റേ വാട്ട് ഇസ് ടൈപ്പ് കൺവേർഷൻ, അതായത് കൂടുതൽ C++ൻ്റെ ആ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റൊന്നും അങ്ങനെ ബാക്ക് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഫ്രണ്ടിലേക്ക്, അതായത് 2, 3 ചാപ്റ്റർ അങ്ങനത്തെയാണ് നോക്കിയിട്ട് പോയിട്ടുണ്ടായത്. പിന്നെ 30, 31, 32ൽ നമ്മൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായത്. അതിൽ 31 കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ 32 ഇഫ് എൽസ് വെച്ചിട്ട് എഴുതാൻ അറിയാം, പക്ഷേ സ്വിച്ച് വെച്ചിട്ട് എഴുതാൻ അറിയില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഈ ഒരു JPGൻ്റെയും ASCIIൻ്റെയും ഫുൾ ഫോം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലപോലെ പഠിച്ചിട്ട് പോയൊരു കുട്ടിക്ക്, അതായത് 3 ദിവസം നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഒഴിവാക്കാനായിട്ട് ഈ ഒരു C++ൻ്റെ ആണെങ്കിലും. അപ്പോൾ നല്ലപോലെ പഠിച്ചവർക്ക് നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ ഒരു ആവറേജ് ആയിട്ടുള്ള എക്സാമാണ്. പിന്നെ ലാസ്റ്റിലത്തെ 5 മാർക്കൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ഗസ്റ്റിന് എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തോടെ നമ്മുടെ എക്സാംസിൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.